നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വാൻ ഒരു ദുസ്സൂചനയാണ്. ആരെങ്കിലും തട്ടിക്കൊണ്ടുപോവുക എന്ന സൂചനയാണെന്നാണ് നമ്മൾ പലപ്പോഴും കരുതിയിരുന്നത്. അത്തരമൊരു അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയിലും നടക്കുന്നത്. വെളുത്ത വാനുകൾ ദുസ്സൂചന എന്നാണ് അവിടെയുള്ളവർ പറയപ്പെടുന്നത്. ഇങ്ങനെ പാർക്കിംഗ് ഏരിയയിൽ നിങ്ങളുടെ വാഹനത്തിന് സമീപം ഒരു വെളുത്ത വാൻ ഇടം പിടിച്ചാൽ അപകടമാണെന്ന് മനസ്സിലാക്കണമെന്നാണ് അവർ പറയുന്നത്. അത്തരം വാർത്തയിലേക്കാണ് ഇപ്പോൾ പ്രവാസി മലയാളി പോകുന്നത്. ഇത്തരം വെളുത്ത വാഹനങ്ങൾ മറികടക്കുകയോ നിങ്ങളുടെ വാഹനത്തിന് സമീപം പോകാനോ ശ്രമിക്കരുത് എന്നാണ് ബോൾട്ടിമോർ മേയർ ബൊണാൾഡ് ജാക്ക് യങ് US ടെലിവിഷൻ അനുവദിച്ച ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരം വാഹനങ്ങളിൽ വരുന്നവർ മനുഷ്യക്കടത്ത് സംഘത്തിലെ കണ്ണികളാണെന്നും യുവതികളെയും കുട്ടികളെയും പല സ്ഥലങ്ങളിൽ നിന്ന് തട്ടിയെടുത്തതായും ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ പല കൊലപാതകങ്ങൾക്കും പിന്നിൽ ഇവരാണെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല. മനുഷ്യ ശരീര ഭാഗങ്ങൾ ഇവർ മാഫിയ സംഘത്തിന് വിൽക്കുന്നതായി സമൂഹ മാധ്യമങ്ങളിൽ നിറം പിടിച്ച വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. സൂക്ഷിച്ചാൽ നന്ന് എന്നാണ് അഭിമുഖത്തിൽ ബോൾട്ടിമോർ മേയർ തുറന്ന് പറഞ്ഞത്. US അധികൃതരെ വെട്ടിലാക്കിയാണ് സമൂഹ മാധ്യമങ്ങളിൽ നഗരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം വെളുത്ത വാനുകളെ കുറിച്ചുള്ള കഥകൾ അതിവേഗം ചൂടപ്പം പോലെ പ്രചരിച്ചു തുടങ്ങിയത്. ഇരട്ടപ്പൂട്ടുള്ള ഇത്തരം വാനുകളെ കുറിച്ചുള്ള ആശങ്ക നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. തിരക്കേറിയ നഗരങ്ങളിലും വിജനമായ റോഡുകളിലും കാത്തുനിന്ന വെളുത്ത നിറമുള്ള വാനുകളെ കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകൾ വ്യാപകമായതോടെ വെളുത്ത വാനുകൾ ഉപയോഗിക്കുന്നവരെ ജനം കയ്യേറ്റം ചെയ്യുന്ന സ്ഥിതിയിൽ വരെ എത്തിപ്പെടുകയുണ്ടായി. ഈ അവസ്ഥയിലൊന്നായിരുന്നു ബോൾട്ടിമോർ മേയർ മുന്നറിയിപ്പുമായി മുന്നോട്ട് വന്നത്. നിങ്ങളുടെ കയ്യിൽ എല്ലായ്പ്പോഴും മൊബൈൽ ഫോൺ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത്തരം വാനുകളുടെ മുൻപിൽ നിന്ന് അപകടത്തിൽപ്പെടാതിരിക്കുക. ബൊണാൾഡ് ജാക്ക് യങ് അഭിമുഖത്തിൽ പറഞ്ഞതിങ്ങനെയായിരുന്നു. എന്നാൽ ബാൾട്ടിമോർ പോലീസിനോട് ഇക്കാര്യം സംസാരിച്ചിരുന്നില്ലെന്നും ജനം ഭയചകിതരായി നിൽക്കുന്ന വേളയിൽ അവർക്ക് മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ഉദ്ദേശിച്ചതെന്നും ബോൾട്ടിമോർ മേയർ പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തു. അതേസമയം നഗരങ്ങളിലും വിജനവഴികളിലും ഇരകളെ കാത്തു നിൽക്കുന്ന വെളുത്ത വാനുകളെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞതെന്നും ഇത്തരത്തിലൊരു പരാതി പോലും ലഭിച്ചിട്ടില്ലെന്നും ബോൾട്ടിമോർ പോലീസ് വക്താവും മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു. ഇത്തരം വാർത്തകൾ കെട്ടുകഥകളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിൽ അനുഭവമുണ്ടായാൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ഇടുകയല്ല വേണ്ടതെന്നാണ് അവർ പറയുന്നത്. 911 എന്ന നമ്പർ വിളിക്കുക തന്നെ വേണം. ജോർജിയ പോലീസ് വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു. ട്രെൻഡിംഗ് ലിസ്റ്റിലാണ് വെളുത്ത വാനുകളെ കുറിച്ചുള്ള പോസ്റ്റുകൾ ഇടം പിടിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പേരാണ് ഇവ പ്രചരിപ്പിച്ചത്. 2016 ഇത്തരത്തിലെ ആദ്യ പോസ്റ്റ്. തന്റെ വീടിന് മുന്നിൽ പതിവായി കാത്തു നിൽക്കുന്ന വെളുത്ത വാനിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു സ്ത്രീയാണെന്ന് രംഗത്ത് വന്നിരുന്നത്. മാധ്യമങ്ങൾ ഈ സ്ത്രീയെ സമീപിച്ചുവെങ്കിലും തെളിവില്ലെന്നും തന്നെ സ്നേഹിക്കുന്നവർക്ക് താക്കീത് നൽകിയതെന്നുമായിരുന്നു ലക്ഷ്യമെന്നും അവർ പറയുകയുണ്ടായി. തുടർന്ന് 2019 നവംബറിൽ ഇത്തരം വാർത്തകൾ വീണ്ടും സജീവമായി മാറി. നവംബർ 13 ബോൾട്ടിമോറിൽ നിന്നുള്ള സാന്ദ്ര മുറെ എന്ന സ്ത്രീ ഗ്യാസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട് വെളുത്ത നിറമുള്ള വാന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ടു. വാൻ നിർത്തിയിട്ട് കണ്ടെങ്കിലും ശ്രദ്ധിച്ചില്ല. സ്റ്റോറിൽ പോയി മടങ്ങി വന്നതിന് ശേഷമാണ് ആ വാൻ തന്നെയാണ് ലക്ഷ്യമിട്ടിരുന്നതെന്ന് മനസ്സിലായത്. സാന്ദ്ര മുറെ ഇങ്ങനെ പറയുകയുണ്ടായി. സ്ഥിരീകരിക്കാൻ വ്യക്തമായ തെളിവുകളില്ലാത്തതിനാൽ പോലീസിനെ സമീപിക്കാൻ കഴിയുമായിരുന്നില്ല. വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടത്. മറ്റുള്ളവർക്കും ഈ വെളിപ്പെടുത്തൽ തുണയാകുമെന്നും സാന്ദ്ര കരുതുകയുണ്ടായി. തെക്കൻ കരോലിനയിൽ നിന്നും ഒരാളും നവംബർ 15 ഇരട്ടപ്പൂട്ടുള്ള വെള്ള നിറമുള്ള വാന്റെ ചിത്രം പങ്കുവച്ചിരുന്നു. ഒരിക്കൽ അകപ്പെട്ടാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനാകില്ല. യുവതികളെ പെൺവാണിഭത്തിനായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇത്തരം സംഘങ്ങളുടെ ലക്ഷ്യമെന്ന ശീർഷകത്തിലായിരുന്നു ചിത്രം പോസ്റ്റ് ചെയ്തത്. ഈ പോസ്റ്റ് ലക്ഷക്കണക്കിന് പേരാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. നവംബർ 18 മറ്റൊരു വൈറൽ പോസ്റ്റ് കൂടി എത്തി. ബോൾട്ടിമോറിൽ നിന്നുള്ള യുവതിയുടെ പോസ്റ്റാണ് ഇത്തരത്തിൽ വൻതോതിൽ ഷെയർ ചെയ്യപ്പെട്ടത്. വെളുത്ത നിറമുള്ള വാനുകൾ ഒരു കെണിയാകാം എന്ന വസ്തുത പോലീസ് നിഷേധിക്കുന്നില്ലെന്നും ശ്രദ്ധേയമാണ്. ബാൾട്ടിമോർ, ജോർജിയ, ടെക്സസ്, വാഷിംഗ്ടൺ, മിസിസിപ്പി, ഒക്ലഹോമ തുടങ്ങിയ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പെൺവാണിഭവും മനുഷ്യക്കടത്തും നടത്തുന്ന സംഘങ്ങൾ പൊതുജനത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ നടത്തുന്ന പ്രചാരണമാണിതെന്ന് സംശയിക്കുന്നതായി ബാൾട്ടിമോർ പോലീസും ബാൾട്ടിമോർ കൗൺസിലറും സംശയം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം കഥകൾ തന്നെയാണിതെന്ന് കരുതിയിരുന്നെന്നും എന്നാൽ നേരിട്ട് കണ്ടതോടെ വിശ്വസിക്കാൻ നിർബന്ധിതയായെന്നും സാന്ദ്ര മുറെ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയുണ്ടായി. എന്നാൽ ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന പല പോസ്റ്റുകളും വ്യാജമാണെന്ന് ഏജൻസികളുടെ സഹായത്തോടെ ഫേസ്ബുക്ക് നടത്തിയ ഫാക്ട് ചെക്കിൽ വ്യക്തമാക്കിയിരുന്നു. US, കാലിഫോർണിയ, ടെക്സസ്, ഫ്ലോറിഡ, ലാസ് വെഗാസ് തുടങ്ങിയ ഇടങ്ങളിലാണ് ഇത്തരം മാഫിയ സംഘങ്ങൾക്ക് വേരോട്ടമുള്ളതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.